അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ് ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം. ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടി കർഷകർ. ചാലിയാർ കാനക്കുത്ത് കർഷകനായ മാസില മോഹനന്റെ 400 കപ്പമുരടും 1/2 ഏക്കർ സ്ഥലത്തെ വളർത്തുപുല്ലും 35,000 രൂപയോളം മുതൽ മുടക്കി നിർമ്മിച്ച വൈദ്യുതി വേലി മറികടക്കാൻ കിലയിടത്ത് ശ്രീനിവാസന്റെ റബ്ബർ തോട്ടത്തിലെ 2 റബ്ബർ മരങ്ങൾ ചവിട്ടിമറിച്ച് വൈദ്യുതി വേലിക്ക് മുകളിലിട്ട് തകർത്താണ് കഴിഞ്ഞ ദിവസം 11:30 കൃഷിയിടത്തിൽ പ്രവേശിച്ചത്. വരും വഴി മുണ്ടാട്ട് വിനോദിന്റെ വിളവിന് പാട്ടത്തിനെടുത്ത കായ്ഫലമുള്ള 4 തെങ്ങ്, 1 പ്ലാവ് എന്നിവ നശിപ്പിച്ചു. എന്നാൽ 2 കിലോമീറ്റർ അകലെ പൂളപ്പൊട്ടി മനാഫിന്റെ 300 മൂട് കപ്പയും പിഴുതെറിഞ്ഞു. 1 മാസം മുൻപ് നാലകത്ത് ഹൈദർ അലിയുടെ വീടിന്റെ ഗേറ്റും മതിലും വാഴകളും കമുകുകളുമടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. 4ാമത്തെ തവണയാണ് തന്റെ കൃഷിഭൂമിയിൽ ഇറങ്ങി വിളവ് നശിപ്പിക്കുന്നതെന്ന് മോഹനൻ പറയുന്നു. പക്ഷേ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് കൃഷിന്റെ നീതി ഷീറ്റിന്റെ ഫോട്ടോകോപ്പി വെച്ചിട്ട് അക്ഷയയിൽ പോയിട്ട് അപേക്ഷ വിടണം. നമുക്ക് ഇത്ര മോട്ട് പൂള നാസാക്കി, ഇത്ര മോട്ട് വാഴ നാസാക്കി എന്ന് പറഞ്ഞെങ്കിൽ ഓരോരുത്തുനിന്ന് 10 രൂപ നമുക്ക് കിട്ടുള്ളൂ. അത് പേപ്പർ റെഡിയാക്കാൻ പേപ്പർ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ 3 റൗണ്ട്, ഇത് 4 റൗണ്ടാണ് ഈ ആന ആസാക്കണമെങ്കിൽ നമ്മൾ പറമ്പ് ആസാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ആലോടിയിൽ കുറുങ്കുളം ഫുള്ള് നമുക്ക് കൃഷികളിലാണ്. നമ്മളെ കൗണ്ടറിൽ നമ്മളെ ഇതിൽ അടിച്ച് നമ്മൾ അക്ഷയിലും അടിച്ചു നോക്കി നമുക്ക് ഒരുപാട് 10 പഞ്ചായത്ത് നമുക്ക് കൃഷിയില്ല മനുഷ്യൻ. നമ്മൾ ഈ 10 പഞ്ചായത്ത് കൃഷിയില്ലാത്ത എല്ലായിടത്തും റിക്കാറുള്ള ഭൂമി ഇതൊന്നേ ഉള്ളൂ. ഈ ഭൂമിയിൽ റിക്കാറുള്ള സ്ഥലത്ത് റിക്കാറുള്ളതുകൊണ്ട് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നില്ല. 15 ദിവസം മുൻപ് തന്റെ മറ്റൊരു കൃഷിയിടത്തിലെ 1 ഏക്കർ 80 സെന്റ് സ്ഥലത്തെ 850 മൂട് കപ്പ കാട്ടാനകൾ കൂട്ടത്തോടെ നശിപ്പിച്ചു. രാത്രികാലങ്ങളിൽ ഇവിടങ്ങളിൽ കാട്ടാനകൾ തമ്പടിക്കുക പതിവാണെന്ന് കർഷകർ പറയുന്നു. പെരുമ്പത്തൂർ ആലോടിയിലെ 1 ഏക്കർ 80 സെന്റ് പാട്ടഭൂമിയിൽ മാസങ്ങൾക്കു മുമ്പാണ് കൃഷി ഇറക്കിയത്. എന്നാൽ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് മോശമില്ലാത്ത വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകൻ. തമിഴ്നാട് ഗൂഡല്ലൂർ ചേരമ്പാടി സ്വദേശിയാണ് മാസില മോഹനൻ. ഇവിടെ കുടുംബത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. തനിക്ക് അറിയാവുന്ന ഏക ജോലി കൃഷിയാണ്. തരിശുഭൂമി കണ്ടെത്തി അതിൽ പൊന്നു വിളയിപ്പിക്കുന്ന രീതിയാണ് ഇയാളുടെ സവിശേഷത. 3 സ്ഥലങ്ങളിലായി 6 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. 1800 വാഴയും കൃഷി ചെയ്തു വരുന്നു. എന്നാൽ 1 മാസം മുൻപ് കാട്ടാനിറങ്ങി 100-ലധികം വാഴകൾ കേടുവരുത്തി. ബാക്കിയുള്ളത് ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ച കർഷകൻ നിരാശനായി അപ്രതീക്ഷിതമായി വേനൽ മഴയിലും കാറ്റിലും ബാക്കിയെല്ലാ വാഴകളും കാറ്റിൽ ഒടിഞ്ഞു വീണു. പയറ്, വെണ്ട, ഇഞ്ചി, മഞ്ഞൾ കൃഷി തുടങ്ങിയവയാണ് കൃഷി ചെയ്തു വരുന്നത്. തനിക്കറിയാവുന്ന ജോലി കൃഷിയായതുകൊണ്ട് രാവിലെ തൂമ്പയെടുത്ത് കൃഷിഭൂമിയിൽ ഇറങ്ങുക പതിവാണ്. മുമ്പൊന്നും ഇല്ലാതിരുന്ന കാട്ടാനക്കൂട്ടങ്ങളെ പിടിച്ചുകെട്ടാൻ എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് കർഷകൻ പറയുന്നത്. കൃഷി ചെയ്താൽ കൃഷിഭവനിൽ ഇൻഷൂർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് സർക്കാരിൽ നിന്ന് സബ്സിഡി ലഭിക്കുക. ഇത് പഞ്ചായത്തിലെ കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് അനുവദിക്കുക. ഇൻഷുറൻസ് തുക നെൽകൃഷിയാണെങ്കിൽ 1 സെന്റിന് 1 രൂപ കണക്കിലും, കപ്പയാണെങ്കിൽ 1 സെന്റിന് 3 രൂപയും, വാഴയ്ക്കും 1 സെന്റിന് 3 രൂപയും വീതമാണ് ഇൻഷുറൻസ്. വാഴ കുലയ്ക്കാറായ വാഴയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ 300 രൂപ വരെ ലഭിക്കും. പകുതി പ്രായമാകുമ്പോൾ കേടുവരുന്ന വാഴകൾക്ക് 150 രൂപ വരെ ലഭിക്കുമെന്നാണ് കൃഷി ഓഫീസർ പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം കർഷകരും കൃഷിഭൂമി രജിസ്റ്റർ ചെയ്യാൻ പോകാറില്ല. അത്തരക്കാർ ആനുകൂല്യത്തിന് അർഹരല്ല എന്നാണ് അധികൃതരുടെ വാദം. ഏറ്റവും കൂടുതൽ ആദിവാസി ഉന്നതികളിലുള്ള ജില്ലയിലെ ഏക പഞ്ചായത്താണ് ചാലിയാർ പഞ്ചായത്ത്. ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്ന ചോലനായ്ക്ക, മെതിയ, പണിയ തുടങ്ങിയ വിഭാഗങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിച്ചേർക്കാൻ കൃഷി വിളവിറക്കുന്ന സമയത്ത്, ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് വിളവിറക്കുന്ന സമയത്ത് ഇവിടെ മാസില മോഹനൻ അടക്കമുള്ള കർഷകരുടെ മുഴുവൻ കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു കഴിഞ്ഞാൽ ചെറിയ സബ്സിഡിയിൽ ഒതുങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ആദ്യകാലങ്ങളിൽ കൃഷിയിടങ്ങളിൽ ആന ഇറങ്ങിയാൽ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വാർഡ് മെമ്പർ സ്ഥലം സന്ദർശിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫോൺ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത അവസ്ഥയാണ് എന്ന് കർഷകർ പറയുന്നു. പന്തീരായിരം, 3000 തുടങ്ങിയ പഞ്ചായത്തിലെ വനമേഖലയിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആനകൾ ഇറങ്ങിയവയെ തുരത്തുന്നതിനുള്ള യോഗം നിലമ്പൂർ ഡിവൈഎഫ്ഒയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഉടനെ ആനകളെ തുരത്തുന്നതിനു വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് കർഷകർക്ക് ഉറപ്പു നൽകി. N4 ന്യൂസ്, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ.
by Shobika Wedding. PG Medical Trust Hospital, VK Road, Nilambur.